ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പാർലേജി ബിസ്ക്കറ്റും ഒരു ഓറിയോ ബിസ്ക്കറ്റും വെച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് വേറെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പാന്ന് പൊടിച്ച വേണ്ട, അണ്ടിപ്പരിപ്പില്ലാത്ത കാരണം ഞാനിപ്പോൾ നിലക്കടലയാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നെയ്യ് വേണം, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും വേണം. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കുറച്ച് തേങ്ങയും വേണം ഇതിൻ്റെ കൂടെ ചേർക്കാൻ. അപ്പോൾ അതും കൂടി ഞാൻ എടുത്ത് വെക്കട്ടെ. ഇതാ ഞാൻ തേങ്ങ കുറച്ച് എടുത്തിട്ടുണ്ട്, കുറച്ച് പാലെടുത്തിട്ടുണ്ട്, പിന്നെ നെയ്യ്, കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ നോക്കട്ടെ. ഇതാ നെയ്യ്. അപ്പോൾ നെയ്യ് ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഈ ബിസ്ക്കറ്റിന് എന്ത് വേണമെന്ന് വെച്ചാൽ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ച് കൊണ്ടുവരണം. ഇത് ഞാൻ പഞ്ചസാര പൊടിച്ച ജാറാണ്. അതിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. എന്നിട്ടാണ് നമുക്കിത് ഉണ്ടാക്കേണ്ടത്. ആദ്യം ബിസ്ക്കറ്റിനെ പൊടിച്ചെടുക്കണം, അതിൻ്റെ ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു പാക്കറ്റ് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്തവും കൂടി പൊട്ടിച്ചിട്ട് എടുക്കാം. ഇതിനെ ഞാൻ പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നേ ഗൈസ്, എന്നിട്ട് കാണിച്ചു തരാം. ഇതാ പാർലേജി ബിസ്ക്കറ്റ് പൊടിച്ചു കൊടുക്കുന്നു. നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് പൊടിക്കണം. ഇതിൻ്റെ ക്രീമൊന്നും ഞാൻ എടുത്ത് കളയുന്നൊന്നുമില്ല കേട്ടോ, ക്രീമെല്ലാം അടക്കം തന്നെയാണ് പൊടിക്കുന്നത്. അപ്പോൾ വേഗം അതും കൂടി പൊടിച്ചെടുത്തോണ്ട് വരട്ടെ. അപ്പോൾ ഇതാ ഓറിയോ ബിസ്ക്കറ്റും പൊടിച്ചു. അപ്പോൾ രണ്ടും കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഓറിയോ പാർലേജി കണ്ടല്ലോ. ഇനി നമുക്ക് നെയ്യ് ചൂടാക്കാം. ഇനി ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഇപ്പോൾ ഇതാ ഗ്യാസ് കത്തിച്ചു, പാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. കഥയൊന്നു കേട്ടാലേ ഉണ്ണാറുള്ളൂ, എൻ്റെ കൈവിരൽ തുമ്പ് പിടിച്ചേ നടക്കാറുള്ളൂ. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ കുറച്ച് മതി, ഒരുപാട് വേണ്ട. ഓക്കെ, അപ്പോൾ അത് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ബിസ്ക്കറ്റിൻ്റെ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മളെ പൊടിച്ച് വെച്ച് ഇവരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലവണ്ണം ഇളക്കി നമുക്ക് അവരെ ഇതിൻ്റെ അകത്ത് യോജിപ്പിച്ചെടുക്കണം. തീ കുറച്ചിട്ടാണ് വെക്കേണ്ടത്, തീ അധികം കൂട്ടി വെക്കാൻ പാടില്ല. മഴ പിന്നെയും പെയ്തു, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഗൈസോണ്ട് ഒരു പണിയും എടുക്കാൻ പറ്റുന്നില്ല, അലക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നല്ലവണ്ണം ഇത് ഇളക്കി കൊടുക്കണം നമുക്ക്. നെയ്യിലും ഇതിലും ഇതിങ്ങനെ കടന്ന് നല്ലോണം ആവണം. ഇപ്പം എല്ലാം ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഇങ്ങനെ കൂടുതൽ ലെങ്തായാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ നല്ല വൃത്തിയിലെല്ലാം ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം. അത് പക്ഷേങ്കിൽ ഇതെല്ലാം ആയി തണിഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് ആക്കാൻ പറ്റും. ഇതിപ്പം കണ്ടൻസ് മിൽക്ക് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി എല്ലാം നമുക്ക് യോജിപ്പിച്ചെടുക്കുക. പഞ്ചസാരയും നമ്മളെ ബിസ്ക്കറ്റിൻ്റെ പൊടികളും എല്ലാം
എല്ലാം യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് യോജിപ്പിച്ചെടുത്ത് കാണിച്ചു തരാം. എന്നിട്ട് വേണം തേങ്ങ ഇടാൻ. ഇതാ എടുത്ത് വെച്ച നിലക്കടല ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തീ സിമ്മിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ, ഇല്ലേ പിന്നെ കരിഞ്ഞു പോവും സംഭവം, പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാം കൂടി ഇളക്കി എന്നിട്ട് പിന്നെ നമുക്ക് വാങ്ങി വെക്കാം. തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് പാലൊഴിക്കണം ഇതിൻ്റെ അകത്തേക്ക്. എന്നിട്ടാണ് ഇതെല്ലാം കൂടി ബിസ്ക്കറ്റിൻ്റെ രൂപത്തിലെടുത്തിട്ട് നമുക്ക് എടുക്കേണ്ടത്. ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീയപ്പാട് ഓഫാക്കി കളയണം. പിന്നെ തീ കൂട്ടി വെക്കാൻ പാടില്ല. ഇപ്പം ഞാൻ സിമ്മിലിട്ടിട്ടാണ് ഇതെല്ലാം ഇളക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇല്ലേ കരിഞ്ഞു പോകും സംഭവം. കണ്ട, അപ്പോൾ ഇതാ തണിഞ്ഞതിന് ശേഷം ഞാൻ ഈ പാത്രത്തിലാക്കിയിട്ട് ഒരു ലേശം പാലൊന്ന് ഉറ്റിച്ച് കൊടുത്തു. എന്നിട്ടിതാ എല്ലാം മിക്സ് ആക്കുന്നതാണേ. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് കണ്ടൻസ് മിൽക്കാന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഞാനൊരു സ്പൂണ് കൊണ്ട് മൊത്തത്തിലെല്ലാം കുഴക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് കൈ കൊണ്ട് കുഴച്ചിട്ട് ബിസ്ക്കറ്റിൻ്റെ രൂപത്തിൽ ഇനി ആക്കണം. ഇതാ നല്ലോണം അടിപൊളിയായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കൈ വെച്ചിട്ട് കുഴച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ കണ്ട, ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയില്ലേ. ഒരു തുള്ളിപ്പാലേ വിറ്റിച്ചിട്ടുള്ളൂ, അധികമൊന്നും വേണ്ട. അതുപോലെ കണ്ടൻസ് മിൽക്കാണെങ്കിലും കുറച്ച് മതി. ഇപ്പോൾ ഞാൻ കണ്ടൻസ് മിൽക്ക് ഇല്ലാത്ത കാരണമാണ് പഞ്ചസാര പൊടിച്ചിട്ട് എടുത്തത്. എന്നിട്ടൊരു തുള്ളി പാലൊഴിച്ചു. തണിഞ്ഞതിൻ്റെ ശേഷമാണ് അത്രയും ചെയ്തത്. ഇതാ കണ്ട, നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞ് കിട്ടിയില്ലേ. ഇതാ നല്ല അടിപൊളി ബിസ്ക്കറ്റാണ്. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇപ്പം ഞാൻ ഇങ്ങനെ ഉരുട്ടിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേ. നമ്മൾ നെയ്യിൻ്റെ അകത്താന്നല്ല ചൂടാക്കി ഇതാക്കിയിന്. അതുകൊണ്ട് വേണ്ട, അതുകൊണ്ട് അധികമൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ബിസ്ക്കറ്റിൻ്റെ രൂപത്തിൽ ഇതിനെ ഇതാക്കി എടുക്കാം. നമ്മൾ പീടികയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ബിസ്ക്കറ്റില്ലേ, അതേപോലത്തെ. വേറെ ഇനി ഒന്നും ചെയ്യണ്ട ഇതിനാ. എന്നിട്ടപ്പാട് നമുക്ക് തിന്നാനെടുക്കാം. അടിപൊളി ബിസ്ക്കറ്റല്ലേ ഗൈസ്. ഇതേപോലെ ഞാൻ പ്ലേറ്റിലെല്ലാം എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാ എൻ്റെ ബിസ്ക്കറ്റ് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, ഓറിയോ ബിസ്ക്കറ്റും പാർലേജി ബിസ്ക്കറ്റും കൊണ്ട് ഉണ്ടാക്കിയ ബിസ്ക്കറ്റ്. ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടി ഉറച്ചിട്ടുണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒന്നും വേണ്ട, ഇത് ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി. എന്നിട്ട് ഉരുട്ടിയെടുത്ത് ഇങ്ങനെ ആക്കിക്കോളും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ ഗൈസ്. സബ് ചെയ്യാത്തവർ സബ് ചെയ്യണം. എല്ലാം ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ ഓക്കെ, ബൈ.